ജയിപ്പിച്ച രാത്രിയിൽ, എന്നെ വാനലോകത്തേക്ക് കൊണ്ടുപോയ രാത്രിയിൽ ഞാൻ അവിടെ ചില സ്ത്രീകൾക്കുള്ള അനാബിന്റെ രംഗങ്ങൾ കൊണ്ട് ഞാൻ ഇവിടെ ഇരുന്ന് അവരെ കാര്യങ്ങൾ ഒത്തുപോയി. വല്ലാത്തൊരു വേദാറ് തന്നെയാണ്, വല്ലാത്തൊരു കഷ്ടപ്പാട് തന്നെയാണ്. ഉടനെ തന്നെ ഞാനങ്ങ് കരഞ്ഞുപോയി. വെറുതെ കരഞ്ഞതല്ല, ഞാൻ ആ സ്ത്രീകളെ അല്ലാപ്പെടുക്കുന്ന രംഗം എന്റെ കണ്ണുകൊണ്ട് കണ്ടത് ഞാൻ ഇവിടെ വെച്ച കയറിയപ്പോഴോ കരഞ്ഞുപോയതാണ്. ഉൾത്തൂടൻ തന്നെ ഇയാൾ നമ്മൾ ചോദിക്കുന്നു. ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ് മല്ലദീ റഅയ്ത, ഓ നബിയേ തങ്ങൾ കണ്ടതെന്താണ്, എന്ത് അലാപാണ് തങ്ങൾ കണ്ടിരിക്കുന്നത്? ഖാല, അല്ലാഹു റസൂൽ പറയാണ്, റഅയ്തു ഇംറഅതൻ മുഅല്ലഖതൻ മിൻ ശഅരിഹാ വയഗ്ലാ ദിമാഉ റഅസിഹാ. റഅയ്തു ഇംറഅതൻ, ഒരു പെണ്ണിനെ ഞാൻ കണ്ടു, മുഅല്ലഖതൻ മിൻ ശഅരിഹാ, അവളെ മുടി ഇങ്ങനെ പിടിച്ച് കെട്ടപ്പെട്ടിരിക്കുകയാണ്. വയഗ്ലാ ദിമാഉ റഅസിഹാ, തലച്ചോറിനെ തളച്ച് മറിയുകയാണ്, മുടി കെട്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു പെണ്ണിനെ ഞാൻ കണ്ടു. മാത്രമല്ല, മറ്റൊരു ടീമിനെ ഞാൻ കണ്ടത് മുഅല്ലഖതൻ ബിലിസാനിഹാ, അവളെ നാവ് പിടിച്ച് കെട്ടപ്പെട്ടിട്ടുണ്ട്. അവളെ മുതുകിലൂടെ പുറപ്പെടുവിച്ചിരിക്കുകയാണ്. അവളെ തൊണ്ടയിലേക്ക് ചൂടേറിയ തളക്കുന്ന കാർ മലകിങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും വിധങ്ങൾ മറ്റൊരു പെണ്ണിനെ ഞാൻ കണ്ടത് സ്ഥലങ്ങൾ പിടിച്ച് കെട്ടപ്പെട്ടിരിക്കുകയാണ്. രണ്ട് സ്ഥലവും പിടിച്ച് കെട്ടിയിട്ടുണ്ട്. അവളുടെ മുതുകിന്റെ ഭാഗത്തേക്ക് അവളെ തൊണ്ടയിലേക്ക് ഒഴിച്ചുകൊണ്ടിരിക്കുന്നത് സഖൂമാണ്. നരകത്തിലെ പാപികൾക്ക് കൊടുക്കുന്ന അങ്ങേയറ്റം വെറുപ്പും അറുപ്പും ചൂടുമേറിയ ജലമാണ് സഖൂം. ആ സഖൂം അവളെ തൊണ്ടയിലേക്ക് ഞാൻ മലക്കൊഴിച്ചു കൊടുക്കുകയാണ്. ഒരു പെണ്ണിനെ ഞാൻ കണ്ടു, കെട്ടപ്പെട്ട ഒരു പെണ്ണിനെ, ബന്ധിപ്പിക്കപ്പെട്ട ഒരു പെണ്ണിനെ, രണ്ട് കയ്യും കാലും കൂട്ടിപ്പിടിച്ച് കെട്ടിയിരിക്കുകയാണ്. എവിടത്തേക്കിലാണ് ആശയത്തിഹ, അവളെ മോർദാമിലേക്ക് കെട്ടിയിട്ടുണ്ട്. അവളുടെ മേലെ നല്ല പാമ്പുകൾ തേളുകൾ ഇങ്ങനെ വിഹരിക്കുന്നുണ്ട്. മറ്റൊരു പെണ്ണിനെ ഞാൻ കണ്ടത്, അവളുടെ ശരീരം ഇങ്ങനെ കടിച്ച് തിന്നുകയാണ്. അവളെ കാലിന്റെ ഭാഗത്ത് നിന്ന് തീ ഇങ്ങനെ ആടി കത്തുന്നുണ്ട്. അവൾ സ്വന്തം ശരീരത്തെ ഇങ്ങനെ കടിച്ച് തിന്നു തീർക്കുകയാണ്. മറ്റൊരു പെണ്ണിനെ ഞാൻ കണ്ടത്, നല്ല നരകത്തിന്റെ തീയിനാലുള്ള ഒരു കോടാലി കൊണ്ട് സ്വന്തം ശരീരത്തെ ഇങ്ങനെ വെട്ടി മുറിക്കുകയാണ്. മറ്റൊരു പെണ്ണിനെ ഞാൻ കണ്ടത്, അവളുടെ മുഖം കറുത്ത മുഖമാണ്, നല്ല കരിക്കട്ട പോലെ കറുത്ത മുഖമാണ്. അവളുടെ ആമാശയങ്ങളെ തിന്നു തീർക്കുകയാണ്. മറ്റൊരു പെണ്ണിനെ ഞാൻ കണ്ടത്, അവളുടെ തല പന്നിയുടെ തല പോലെയാണ്. അവളുടെ ശരീരമോ അത് കഴുതയുടെ ശരീരം പോലെയാണ്. 1000 അദാബിന്റെ ഇനങ്ങൾ അവളിൽ അല്ലാഹു പ്രയോഗിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. മറ്റൊരു പെണ്ണിനെ ഞാൻ കണ്ടത്, ഒരു നായയുടെ രൂപത്തിലുള്ള ഒരു പെണ്ണ്. അവളുടെ
പിൻദ്വാരത്തിലുള്ളത് പുറത്തേക്ക് പോവുകയാണ്. والملائكة يضربون على رأسها بمقامع من النار. അവളെ നരകത്താനുള്ള കണ്ടുകൊണ്ട് ഒരു മലക്കിങ്ങനെ അടിച്ചടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫാത്തിമ ബീവിയോട് മലയാളികളോട് ഹബീബിനെ വിശദീകരിച്ചു കൊണ്ടിരിക്കുമ്പോ ഫാത്തിമ സ്റ്റോക്കായി പോയി, ഷോക്കായി പോയി, ഫാത്തിമ തെറിച്ചുപോയി, ധരിച്ചുപോയി. ഫാത്തിമ ഫാത്തിമ ബീവിയാണ് ഓ എന്റെ കൺകുളർമ്മയായ വാപ്പ, എന്തേ ഈ പെണ്ണുങ്ങൾക്ക് പറ്റിപ്പോയ പ്രശ്നം, എന്തേ ഇവർക്ക് പറ്റിപ്പോയ കുഴപ്പം, അതൊന്ന് പറഞ്ഞു തരാമോ? നിങ്ങൾ പറയുന്നു യാ ഫാത്തിമ മുഅല്ലഖത്തു ബിശൈരിഹാ ഫകാനത് ലാ തുഖ്തമു ശഅറഹാ മിൻ റിജാൽ. ഓ ഫാത്തിമ, ആ മുടി മറക്കാത്ത പെണ്ണുണ്ടല്ലോ, ആ മുടി കെട്ടപ്പെട്ട പെണ്ണുണ്ടല്ലോ, അവൾ അന്യപുരുഷന്മാരിൽ നിന്ന് മുടി മറക്കാത്ത പെണ്ണാണെന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി. ഓന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഒരന്യപുരുഷന്റെ മുമ്പിൽ സ്ത്രീ മൊത്തവും അവൾ പുറത്തിറങ്ങി നടന്നാൽ അവളെ പിശാച് വൈപിരിപ്പിക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. ഒരു മുടി നാരിയ പോലും അവളുടേത് പുറത്ത് കണ്ടുകൂടാ. ഇസ്ലാമിന്റെ നിയമം അതാണ്. അതുകൊണ്ടാണ് ആഖിറസമാനിൽ വരുന്ന ആളുകളെ കുറിച്ച് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഹബീബ് പറഞ്ഞിട്ടുണ്ട്, അന്ത്യനാളെടുക്കുമ്പോൾ വറ്റം സ്ത്രീകൾ വരും. നിസാഉൻ കാസിയാത്തുൻ ആരിയാത്തുൻ മാഇലാത്തുൻ മുമിലാത്തുൻ ലാ യദ്ഖുലുൽ ജന്നത വലാ യജിദുന റിഹഹാ. അന്ത്യനാളെടുക്കുന്ന സമയത്ത് വരുന്ന സ്ത്രീകൾ വസ്ത്രം ധരിച്ചിട്ടുണ്ട്, പക്ഷേ അവരുടെ ഔറത്ത് പുറത്താണ്. അവൾ സാരിയിട്ടിട്ടുണ്ട്, അവളുടെ വയറിന്റെ ഭാഗങ്ങൾ പുറത്താണ്. അവൾ ഡ്രസ് ഇട്ടിട്ടുണ്ട്, അവളുടെ കൈത്തണ്ടകളൊക്കെയും പുറത്താണ്. അവൾ തണ്ടം ധരിച്ചിട്ടുണ്ട്, മുടി പുറത്താണ്. ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അത്തരം സ്ത്രീകൾ ലാ യദ്ഖുലുൽ ജന്ന, സ്വർഗ്ഗത്തിലെത്തൂല. ലാ യദ്ഖുലുൽ ജന്ന, അവർ എന്ത് തന്നെ വന്നാലും ശരി അവർ സ്വർഗ്ഗത്തിലെത്തൂല എന്ന് മാത്രമല്ല, വലാ യജിദുന റിഹഹാ, സ്വർഗ്ഗത്തിന്റെ വാസന പോലും സ്വർഗ്ഗത്തിന്റെ ഗന്ധം പോലും അവരെ മൂക്കിലേക്ക് വരില്ലെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. സ്വർഗത്തിന്റെ വാസന പോലും അവരുടെ മൂക്കിലേക്ക് വരില്ല. ഗൗരവമുള്ള വിഷയമാണ്. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. എന്നിട്ട് അല്ലാഹു റസൂൽ പറയാ, അതിന്റെ വാസന എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെറുകൊണ്ടുകൊണ്ട് ഇങ്ങോട്ട് മണക്കോ അല്ല, പിന്നെയോ ഇന്ന അത് കിഴക്കിലുണ്ടെങ്കിൽ പടിഞ്ഞാറ് വാസനിക്കും, പടിഞ്ഞാറുണ്ടോ കിഴക്കിൽ വാസനിക്കും. അത്രയും അകലത്തെ കഴിച്ചു വീശുന്ന സ്വർഗത്തിന്റെ പരിമളം പോലും അത്തരം സ്ത്രീകൾക്ക് കിട്ടില്ലെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു റസൂൽ പറഞ്ഞു കൊടുക്കുക, ഞാൻ വാനലോകത്തേക്ക് പോയ സമയത്ത് അവിടെ കണ്ട സ്ത്രീകൾ മുടി പിടിച്ചു കെട്ടപ്പെട്ട പെണ്ണ്, അവർ മുടി മറക്കാത്ത പെണ്ണുങ്ങളാണ്. പിന്നെയോ ഇനി നാവ് പിടിച്ചു കെട്ടപ്പെട്ട പെണ്ണ്, അവൾ അവളുടെ നാവ് കൊണ്ട് ഭർത്താവിനെ ശല്യം ചെയ്യുന്നവളാണ്. ഇത് പറഞ്ഞുകൊണ്ട് വിശദീകരിച്ചുകൊണ്ട് അല്ലാഹു റസൂൽ പറയുന്നു, അല്ലാഹു റസൂൽ ഫാത്തിമ ബീവിക്ക് വിശദീകരിച്ചു കൊടുക്കുകയാണ്, ഒരു പെണ്ണവളുടെ നാവ് കൊണ്ട് ഭർത്താവിനെ ശല്യം ചെയ്താൽ അവളുടെ നാവ് അന്ത്യനാളിൽ അല്ലാഹു 70 മുഴമാക്കിയിട്ട് അതുകൊണ്ട് അവളെ കൊണ്ടുവന്ന മുഹമ്മദ് റസൂലുള്ളാഹി.
മാത്രമല്ല അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ റിപ്പോർട്ട് ചെയ്യാണ് أيما امرأة أثبت زوجها بلسانها فهي في لعنة الله وسخطه ولعنة الملائكة والناس أجمعين. ഏതൊരു പെണ്ണും അവളെ നാവിനെ കൊണ്ട് നാവുകൊണ്ട് ഭർത്താവിനെ ശല്യം ചെയ്താൽ അള്ളാഹു അവൾക്ക് കൊടുക്കുന്ന ശിക്ഷ അള്ളാഹുവിന്റെയും മുഴുവൻ മലായികത്തിന്റെയും മുഴുവൻ ജനങ്ങളുടെയും ശാപം അവളുടെ പേരിലുണ്ടെന്ന് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ്. മാത്രമല്ല തങ്ങൾ പറയാണ് ഞാൻ കേട്ടു കാലത്തിൽ ഒരു പെണ്ണ് അവളുടെ ഭർത്താവിനോട് പറയാണ് നിങ്ങളിൽ നിന്ന് ഞാൻ ഒരു നന്മയും കണ്ടിട്ടില്ലല്ലോ. കല്യാണം കഴിഞ്ഞിട്ട് 10 കൊല്ലമായി, അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ട് 20 കൊല്ലമായി, 30 കൊല്ലമായി, എന്നവരെയും നിങ്ങളിൽ നിന്നൊരു നന്മയും ഞാൻ കണ്ടിട്ടില്ലെന്നൊരു പെണ്ണിന്റെ നാവുകൊണ്ട് വന്നാൽ 70 കൊല്ലത്തെ ആ ഒരൊറ്റ പറച്ചിലുകൊണ്ട് അള്ളാഹു നഷ്ടപ്പെടുത്തി കളയുമെന്ന് ഹബീബിന് മുഹമ്മദ് റസൂലുള്ളാഹി. ഇനിയും ഇനി സ്ഥലം പിടിച്ച് കെട്ടപ്പെട്ട പെണ്ണ് സ്ഥലം പിടിച്ച് കെട്ടപ്പെട്ട പെണ്ണ് അവൾ ഭർത്താവിന്റെ അനുമതിയില്ലാതെ ഭർത്താവിന്റെ സമ്മതമില്ലാതെ അന്യ കുട്ടികൾക്ക് പാൽ